ഉച്ചയ്ക്ക് ശേഷമുള്ള പ്ലാനിംഗ് ആയിരുന്നു പുറത്ത് പോകാമെന്ന്. ഞങ്ങൾ 3 ഫാമിലീസ് ആയിരുന്നു പോകുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ പുറത്തേക്ക് പോകാൻ ഏറ്റവും നല്ല വാഹനം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും സ്കൂട്ടിയാണെന്ന്. കാരണം ഈ തിക്കിലും തിരക്കിലും ട്രാഫിക്കിലും ഒക്കെ സ്മൂത്തായി പോകാൻ പറ്റിയത് സ്കൂട്ടിയും കൊണ്ട് മാത്രമാണ്. കാറൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്താൻ ഒരുപാട് ലേറ്റ് ആവും. ഞങ്ങൾ 3 ടീമാണെന്ന് പറഞ്ഞല്ലോ. നമ്പർ 1 നീതേച്ചി ശിൽജിത്തേട്ടനും. ഇവരെനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ടീം വരുന്നേ ഉള്ളൂ. കാറിലാണ്. ഞാൻ പറഞ്ഞില്ലേ കാറിൽ വന്നാൽ ലേറ്റ് ആവും. ഞങ്ങൾ കുറേ കാത്തു നിന്നു. ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കായിരുന്നു. ഇനി കബ്ബൺ പാർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1870 സ്ഥാപിതവും കബ്ബൺ പ്രഭുവിന്റെ പേരിൽ അറിയപ്പെടുന്നതുമായ കബ്ബൺ പാർക്ക് വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. പാർക്ക് വിസിറ്റ് ചെയ്യാൻ അനുയോജ്യമായ മാസം സെപ്റ്റംബർ ടു ഫെബ്രുവരിയും അല്ലെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെയുമുള്ള വസന്തകാല മാസങ്ങളിലുമാണ്. ഈ മാസം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. തിക്കും തിരക്കും ചൂടും ഒക്കെ ഒഴിവാക്കാൻ അതിരാവിലെയോ ഉച്ച കഴിഞ്ഞോ ആണ് ഏറ്റവും നല്ല സമയം. പാർക്കിന്റെ പ്രധാന ഭാഗത്ത് പ്രവേശിക്കാൻ ഫീസ് വേണ്ട, സൗജന്യമാണ്. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ അക്വേറിയവും ടോയ് ട്രെയിനും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സഫാരി ചെലവ് കൊടുക്കേണ്ടതുണ്ട്. കർണാടക ഹൈക്കോടതി, വിധാൻ സൗദ തുടങ്ങിയ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങൾക്ക് ചുറ്റുമാണ് കബ്ബൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വിക്ടോറിയ രാജ്ഞിയും മഹാത്മാഗാന്ധിയും ഉൾപ്പെടെ ചരിത്ര വ്യക്തികളുടെ 60ലധികം പ്രതിമകൾ പാർക്കിലുടനീളം ചിതറിക്കിടക്കുന്നു. എങ്ങോട്ടെന്ന് വെച്ചാൽ ആദർശേട്ടനെ ഫാമിലിയും കണ്ടുപിടിക്കാനാണ്. അവർ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ട് തരാൻ പറഞ്ഞിട്ട് അവരെ നോക്കി നോക്കി പോകുന്നതാണ്. അവരും കൂടെ ഒരുമിച്ചാണെങ്കിൽ നല്ലൊരു രസമായിരിക്കും. ഫൈനലി ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചു. ഇതാണ് ആദർശേട്ടൻ്റെ വാവ, ഭാര്യ അമൃത, പിന്നെ അമ്മയുണ്ട്. ഇതാണ് അമ്മ. ഇതാട്ടോ ആദർശേട്ടൻ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. ഇതാരാ യുദ്ധഭൂമി ഒരു പുതിയ പടം? ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ അവിടെ നിന്ന് പുറത്താക്കും സെക്യൂരിറ്റിക്കാർ. സമയം കഴിഞ്ഞാൽ അകത്ത് ലൈറ്റൊന്നുമില്ല. പിന്നെ ഉള്ളിലോട്ടൊക്കെ ഇരുടാവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വിധാന സൗധ അടുത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു 7 മണി ആകുമ്പോഴേക്കും ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അധികാലത്തെഴുന്നേറ്റ് ഒന്നായി കൈയും
കാണുന്നതാട്ടോ വിധാനസൗധ. ഇന്ത്യയിലെ ബംഗളൂരുവിലുള്ള കർണാടക നിയമസഭയുടെ ആസ്ഥാനമാണ് വിധാനസൗധ. ഈ നിയമനിർമ്മാണ സഭ പൂർത്തീകരിച്ചത് 1956-ലാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര നാഗരിക വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് കർണാടകയുടെ രാഷ്ട്രീയ സ്വത്വം, വാസ്തുവിദ്യാഭിലാഷം, സാംസ്കാരിക പൈതൃകം എന്നിവയുടെ ഒരു നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കാം, ലൈറ്റ് ഷോ കാണാം. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ലൈറ്റ് ഷോ ഒക്കെ കണ്ടാണ് തിരിച്ചു മടങ്ങിയത്.